ഹായ് ഫ്രണ്ട്സ്, ഇതാ വെർമിസെല്ലിയുടെ പാക്കറ്റ് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. എനിക്ക് ഇതുവരെ പായസം ഉണ്ടാക്കാൻ പറ്റിയില്ല. ഓണത്തിനും എനിക്ക് സേമിയ പായസം ഉണ്ടാക്കാൻ പറ്റിയില്ല കേട്ടോ. അതിനായിട്ട് ഞാൻ ഒരു 2 പിടി കണക്കാക്കി കാണും, അത്രേ ഉള്ളൂ. 1 ലിറ്റർ പാലിന് കണക്കാക്കി വെക്കുന്നുള്ളൂ. അതുപോലെ തന്നെ 2 പിടി ചൗര് വെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷം വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ട് കുറച്ച് നെയ്യ് ഒഴിച്ച് ചൂടാക്കിയതിന് ശേഷം കാഷ്നട്ടും കിസ്മിസും ഒക്കെ ഞാൻ വറുത്ത് കോരുന്നുണ്ട്. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്, എങ്കിലും ഞാൻ അപ്ലോഡ് ചെയ്തേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് കാഷ്നട്ടും കിസ്മിസും നമ്മളൊന്ന് ഫ്രൈ ചെയ്ത് മാറ്റുകയാണ്. ഞാൻ കുഞ്ഞ് ഉറങ്ങി കിടക്കുന്ന കാരണമാണ് പതുക്കെ റെക്കോർഡ് ചെയ്യുന്നത് കേട്ടോ. സൗണ്ട് വളരെ കുറച്ചിട്ട് അതേ നെയ്യിലേക്ക് തന്നെ നമ്മൾ ആവശ്യത്തിനുള്ള നമ്മുടെ വെർമിസെല്ലി ഇല്ലേ, ഞാൻ പറഞ്ഞില്ല 2 പിടി കണക്കാക്കി കാണും, അത്രയേ ഉള്ളൂ. അതൊന്ന് നമുക്ക് നല്ല രീതിയിലൊന്ന് റോസ്റ്റ് ചെയ്യണം കേട്ടോ. നല്ലൊരു ബ്രൗൺ നിറമാകുന്ന വരെ റോസ്റ്റ് ചെയ്താൽ മാത്രമേ ഇങ്ങനെ കട്ട പിടിക്കാതെ കുഴയായിട്ടൊന്നും കിടക്കാതെ നല്ല വേറിട്ട് കിടക്കത്തുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളത് ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. നല്ല രീതിയിലൊന്ന് ബ്രൗൺ കളർ ആവുന്ന വരെ ഒന്ന് ഫ്രൈ ആക്കുക. ഫ്രൈ ആക്കിയതിന് ശേഷം അതിലേക്ക് നേരെ പാലങ്ങ് ഒഴിച്ച് കളയരുത്. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് കുറച്ച് വെള്ളം നന്നായിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒരു 2 കപ്പ് വെള്ളം മതിയായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ കുറച്ച് ക്വാണ്ടിറ്റിയാണ് ഉണ്ടാക്കുന്നത്. ഓണമായിട്ട് നമ്മൾ സേമിയ പായസം ഉണ്ടാക്കിയില്ല, അതുകൊണ്ടിട്ടാണ്. അതിലേക്ക് തന്നെ ഞാൻ വേവിച്ച് വെച്ചിരിക്കുന്ന 2 പിടി നമ്മളുടെ ചൗരില്ലേ, അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് തിള വരുമ്പോൾ മാത്രമേ ഞാൻ പാലൊഴിച്ച് കൊടുക്കാറുള്ളൂ. ഇതൊന്ന് തിളയ്ക്കട്ടെ. ഈ സമയത്ത് ഏലക്ക പൊട്ടിച്ചിട്ട് കൊടുത്തോളൂ കേട്ടോ. എൻ്റെ കയ്യിൽ ഏലക്ക ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ ഏലക്ക ഇതിൽ ഇട്ടിട്ടില്ല കേട്ടോ. ഏലക്ക ഇല്ലാത്ത ഒരു സേമിയ പായസമാണ്. ഏലക്ക ഉള്ളവരൊക്കെ ഇട്ട് കൊടുത്തോളൂ. അപ്പോൾ ഇതൊന്ന് തിള വരട്ടെ. ഒന്ന് തിള വന്നിട്ടുണ്ട്. ഏകദേശം ഒന്ന് പകുതിയോളം ഒന്ന് കുക്കായിട്ടുണ്ട് കേട്ടോ. ഈ സമയത്താണ് നമ്മൾ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നത്. ഒരു 6 അല്ലെങ്കിൽ 7 ടേബിൾ സ്പൂണോളം പഞ്ചസാര ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി യോജിപ്പിക്കുക. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് പാല് 1/2 ലിറ്റർ പാലില്ലേ, കാച്ചി നമ്മൾ അതിൻ്റെ പാട അരിച്ചിട്ടാണ് അതിലേക്ക് ഒഴിക്കുന്നത് കേട്ടോ. അല്ലാതെ പച്ചപ്പാലല്ല എടുത്ത് ഒഴിക്കുന്നത്. പാല് നന്നായിട്ട് കാച്ചിയിട്ട് അരിച്ചൊഴിക്കുകയാണ്, പാട കെട്ടാതെ അരിച്ചൊഴിക്കുക. ഇത് വെള്ളം ചേർക്കാതെ കാച്ചിയ പാലാണ് കേട്ടോ. 1/2 ലിറ്റർ പാല് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യുക. ഇനി അതെല്ലാം നല്ല രീതിയിലൊന്ന് യോജിക്കട്ടെ. ആ തിളയിലൊക്കെ കിടന്ന്, അതായത് പഞ്ചസാരയൊക്കെ പിടിച്ച് നല്ല രീതിയിലൊന്ന് കുറുകുന്ന പരുവത്തിലാണെങ്കിൽ നമ്മൾ ബാക്കിയുള്ള സംഭവങ്ങൾ ചേർക്കുന്നത്. ചിലവർ ഇതിൻ്റെ അകത്ത് വാനില എസൻസ് ഒക്കെ ഒഴിക്കാറുണ്ട് കേട്ടോ, നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. പിന്നെ ഏലക്ക ഇല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാവുന്നതാണ്. ഞാനതൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. ഒന്നും ചെയ്യാതെ തന്നെ സംഭവം ടേസ്റ്റിയാണ്. അപ്പോൾ ഇതാ നമ്മളുടെ സേമിയൊക്കെ കുറുകി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ ആദ്യം ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന കിസ്മിസൊക്കെ ഇല്ലേ, കാഷ്നട്ടും കിസ്മിസും ഒക്കെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നു. ഇപ്പോൾ ഞാൻ ചേർക്കുന്നത് നമ്മളുടെ മിൽക്ക് മെയ്ഡാണ്. മിൽക്ക് മെയ്ഡ് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് ഇങ്ങനെ അങ്ങോട്ട് വരുന്നത് അല്ലേ. ആ മിൽക്ക് മെയ്ഡ് അങ്ങോട്ട് ഒഴിക്കുമ്പോൾ ഉണ്ടല്ലോ, പായസത്തിന് ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ അതും കൂടി ഒഴിച്ച് ഇനി ഇരിക്കുമ്പോൾ കുറച്ചും കൂടി കുറുകും. അപ്പോൾ കുറച്ച് പാലൊന്ന് മാറ്റി വെച്ചേക്കുക കേട്ടോ. അത് നമ്മൾ കുറുകുന്നതനുസരിച്ച് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. ഒരു പപ്പടമൊക്കെ പൊട്ടിച്ച് അല്ല പായസത്തിൻ്റെ അങ്ങോട്ട് കഴിക്കുക. എന്താ ടേസ്റ്റാണ് അല്ലേ. ഓണത്തിന് നമ്മൾ എന്തായാലും ഞാൻ ഉണ്ടാക്കിയില്ല, അതുകൊണ്ടിട്ടാണ് ഞാനിപ്പോൾ ഇത് അപ്ലോഡ് ചെയ്യുന്നത്. ഓണത്തിന് ഞാൻ പാലട നിങ്ങൾ കണ്ടു കാണുമല്ലോ, കടല പായസമാണ് ഉണ്ടാക്കിയത്. അതിൻ്റെ റെസിപ്പികളെല്ലാം ഞാൻ ഓണത്തിന് ഉണ്ടാക്കിയ വിഭവങ്ങളുടെ എല്ലാം ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കാണുക. റെസിപ്പികളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതിനോടൊപ്പം തന്നെ ആ ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പോൾ നമ്മളുടെ സേമിയ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് ഇപ്പോൾ എന്താ അത്ര പുതുമയെന്ന് ചോദിച്ചാൽ ഒന്നുമില്ല, ഒരു പുതുമയില്ല. ഞാൻ അപ്ലോഡ് ചെയ്തേ ഉള്ളൂ. എല്ലാവരും ഒരേ രീതിയിൽ തന്നെ ആകും ഉണ്ടാക്കണമെന്നൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഞാൻ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ അപ്ലോഡ് ചെയ്തേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയൊക്കെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. കുറച്ച് ഞാൻ നമ്മളുടെ മിൽക്ക് മെയ്ഡ് മുകളിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ സെർവ് ചെയ്യുന്നതിന് മുൻപായിട്ട് കുറച്ച് മുകളിലേക്കൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒന്നും കൂടി ടേസ്റ്റ്. പിന്നെ ഷുഗറൊക്കെ ഉള്ളവരൊക്കെ എന്താ പറയുക, ഷുഗർ ഫ്രീ ഒക്കെ ഇട്ടിട്ടത് കഴിക്കുക എന്നുള്ളതേ ഉള്ളൂ. പഞ്ചസാര അവർക്ക് കഴിക്കാൻ പറ്റില്ലല്ലോ. നമ്മളുടെ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഒരു വെർമിസെല്ലിയാണ്. ഈ ഒരു രീതിയിൽ തന്നെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടിപ്പിടിക്കാതെ നല്ല അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ. കണ്ടില്ലേ എന്താ ഒരു ടെക്സ്ചറിൽ, അതുപോലെ തന്നെ വളരെ ടേസ്റ്റിയാണ്. കാണിച്ചു തരാം. ഞാനിപ്പോൾ ഒരേ സ്പൂൺ എടുത്ത് കുടിക്കുകയാണ് കേട്ടോ. നല്ല ടേസ്റ്റ്. ഉച്ചയ്ക്ക് ചോറൊന്നും കഴിച്ചില്ല, ഇതൊരു കപ്പ് അങ്ങ് കുടിച്ചു. അതുകൊണ്ട് വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല. ഇത് ഓരോ സ്പൂണങ്ങ് കുടിക്കുകയാണ്. പായസം ഉണ്ടാക്കി കഴിഞ്ഞാൽ എൻ്റെ ജോലി അത് തന്നെയാണ്. പായസം കൂടി മാത്രമേ ഉള്ളൂ, പിന്നെ ചോറൊന്നും കഴിക്കാറില്ല.
അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മളുടെ സേമിയ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക, ഈ രീതിയിലല്ല ട്രൈ ചെയ്തിരിക്കുന്നതെങ്കിൽ. ഓക്കെ, നെക്സ്റ്റ് റെസിപ്പിയുമായി കാണും വരെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.